കൊല്ലം അഞ്ചലിൽ വളരെ ഗംഭീരമായി കൊട്ടിഘോഷിച്ച് തുറന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ മുത്തൂറ്റ് ഫിനാൻസിന്റെ ഉദ്ഘാടന ദിവസം തന്നെ മുത്തൂറ്റിന് കിട്ടിയത് ഒന്നൊന്നര പണിയാണ്. ജനങ്ങളുടെ കഴുത്തറുത്ത് പണമുണ്ടാക്കുന്ന മുത്തൂറ്റ് ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ദിവസം തന്നെ മുത്തൂറ്റ് ഫിനാൻസിന്റെ മുന്നിൽ എത്തിയതാകട്ടെ മുത്തൂറ്റ് ഫിനാൻസ് കാരണം തട്ടിപ്പിനിരയായ നിക്ഷേപകർ. ഇതോടെ ലോക കോടീശ്വര പട്ടികയിൽ ഇടം നേടിയ മുത്തൂറ്റ് ഗ്രൂപ്പ് തകർച്ചയിലേക്ക് എന്ത് വേണം പറയാൻ. നിക്ഷേപ തട്ടിപ്പിന്റെ പുതിയ തന്ത്രങ്ങളുമായി ഇറങ്ങി ആളുകളെ പിടിച്ചു പറിച്ച് കൂട്ട ആത്മഹത്യയിലേക്ക് തള്ളിവിടാനാണ് ഇപ്പോൾ ഓരോ മുത്തൂറ്റ് ഫിനാൻസും ഇറങ്ങിയിരിക്കുന്നതെന്നാണ് ജനം പറയുന്നത്. നിരവധി നിക്ഷേപകരുടെ പണം നഷ്ടപ്പെട്ടതോടെയാണ് ഇവരിപ്പോൾ പ്രതിഷേധവുമായി കൊല്ലം അഞ്ചലിൽ പ്രവർത്തനം ആരംഭിച്ച അന്ന് തന്നെ മുത്തൂറ്റ് ഫിനാൻസിന്റെ മുന്നിൽ ബാനറുകളും പ്രതിഷേധവുമായി എത്തിയത്. നമുക്കറിയാം, ഇതിനു മുമ്പും ഇത്തരമൊരു പ്രതിഷേധം നടന്നിരുന്നു. അന്ന് തിരുവനന്തപുരം മുത്തൂറ്റ് ഫിനാൻസിന്റെ വഴുതക്കാട് ഓഫീസിന് മുന്നിലായിരുന്നു മുത്തൂറ്റ് നിക്ഷേപകർ പ്രതിഷേധം നടത്തിയത്. അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപ തുക തിരികെ നൽകാത്തതിനെ തുടർന്നാണ് ഈ പ്രതിഷേധം നടത്തുന്നത് എന്നാണ്. അതായത് ഈ നിക്ഷേപകർ അന്ന് പ്രതിഷേധം നടത്തുമ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്: പുതിയ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ NCD ഇഷ്യൂ ചെയ്ത് കോടിക്കണക്കിന് രൂപയാണ് മുത്തൂറ്റ് ഗ്രൂപ്പ് സമാഹരിച്ചത്. ഈ NCDയിൽ നിക്ഷേപിച്ച തുകയാണ് നിക്ഷേപകർക്ക് തിരികെ ലഭിക്കാത്തത്. ഇതിനെ തുടർന്നായിരുന്നു അവർ മുത്തൂറ്റിന് മുന്നിൽ പ്രതിഷേധം നടത്തിയത് എന്നാണ്. അതായത് മുത്തൂറ്റിൽ നിക്ഷേപിച്ച തുക ശ്രേയ് എക്യുപ്മെന്റ് ഫിനാൻസ് കമ്പനിയിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തതെന്നാണ് നിക്ഷേപകർ ആരോപിക്കുന്നത്. അതായത് കൽക്കത്ത കേന്ദ്രമായ ഈ കമ്പനി പൊട്ടിപ്പാളിസായി. അതോടെ നിക്ഷേപകർക്ക് തുക തിരികെ നൽകാൻ കഴിഞ്ഞില്ല. ഇതാണ് ഈ പ്രശ്നങ്ങളുടെ കാരണമെന്നായിരുന്നു നിക്ഷേപകർ അന്ന് ആരോപിച്ചത്. അതായത് നിക്ഷേപിച്ചത് മുത്തൂറ്റിലാണ്, അവർ ശ്രേയ് എക്യുപ്മെന്റ് ഫിനാൻസ് കമ്പനിയിൽ നിക്ഷേപിച്ചു. ഇതൊരു കൊടും ചതിയെന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. അതായത് തങ്ങൾ അറിയാതെയാണ് ഇവർ മറ്റൊരു കമ്പനിയിൽ ജനങ്ങളുടെ നിക്ഷേപ തുക അത്രയും നിക്ഷേപിച്ചത്. അതുകൊണ്ട് തന്നെ മുത്തൂറ്റാണ് നിക്ഷേപിച്ച പണം തിരികെ നൽകേണ്ടത് എന്ന് തന്നെയാണ് ജനങ്ങൾ ഇവിടെ പറയുന്നത്. മുത്തൂറ്റ് പണം നിക്ഷേപിച്ച കമ്പനിയുമായി നിക്ഷേപകർക്കാകട്ടെ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ പണം മുത്തൂറ്റ് തന്നെ തിരികെ നൽകണമെന്ന് പറഞ്ഞായിരുന്നു നിക്ഷേപകർ അന്ന് പ്രതിഷേധവുമായി എത്തിയത്. വർഷങ്ങളായി മുത്തൂറ്റ് നിക്ഷേപകരിൽ നിന്നും പല രീതിയിലാണ് പണം സ്വീകരിക്കുന്നത്. ആയിരക്കണക്കിന് നിക്ഷേപകരും മുത്തൂറ്റിനുണ്ട്. ആദ്യം ഫിക്സഡ് ഡിപ്പോസിറ്റായി പണം സ്വീകരിച്ചു. RBIയുടെ നിർദ്ദേശം വന്നതോടെ ഫിക്സഡ് നിക്ഷേപം സ്വീകരിക്കാൻ കഴിയാതെയായി. അതോടെ മുത്തൂറ്റ് NCDകൾ ഇഷ്യൂ ചെയ്തു. 2013-2014 കാലത്താണ് മുത്തൂറ്റ് NCD ഇറക്കിയത്. മുത്തൂറ്റിന്റെ പബ്ലിക് ഇഷ്യൂ ആയിരുന്നു ഇത്. 2018 മുത്തൂറ്റിന്റെ സ്റ്റാഫുകൾ സമീപിക്കുന്നത്. ഞങ്ങൾക്ക് ഇവരിൽ വിശ്വാസമുണ്ടായിരുന്നു. വിവിധ കാലയളവുകളിൽ അവസാനിക്കുന്ന നിക്ഷേപങ്ങളായിരുന്നു ഇതൊക്കെ. ഈ നിക്ഷേപങ്ങൾ ഞങ്ങൾ അറിയാതെ കൊൽക്കത്തയിലെ ശ്രേയ എന്ന കമ്പനിയിൽ നിക്ഷേപിച്ചു. 2020 ഡിസംബറിൽ ഈ കമ്പനി പൊട്ടിപ്പൊളിഞ്ഞു. മുങ്ങിക്കൊണ്ടിരുന്ന ഈ കപ്പലിൽ മുത്തൂറ്റ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് നിക്ഷേപിച്ചതാണ്. ഇത് കരോൾ ഗ്രൂപ്പ് എന്ന കമ്പനിയുടേതാണ്. സെബിയും റിസർവ് ബാങ്കും അറിഞ്ഞുകൊണ്ടുള്ള നീക്കങ്ങളാണ് മുത്തൂറ്റ് അന്ന് നടത്തിയത്. NCD ഇറക്കുമ്പോൾ സെക്യൂരിറ്റി കാണിക്കണം. ഈ സെക്യൂരിറ്റി എവിടെയെന്നാണ് ജനം ചോദിക്കുന്നത്. അതായത് കമ്പനി പൊട്ടിയാൽ ഈ സെക്യൂരിറ്റി ഈടാക്കണം. എന്നാൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ശൂന്യമാണെന്നാണ് അറിഞ്ഞത്. ഞങ്ങൾക്ക് 1 രൂപ പോലും ലഭിക്കാത്ത അവസ്ഥയിലെന്നായിരുന്നു ജനമെന്ന് പറഞ്ഞതും. തുടർന്ന് കഴിഞ്ഞ ഡിസംബർ 5 സമരവുമായി എത്തി. മുത്തൂറ്റ് ചെയർമാൻ ജേക്കബ് ജോർജ് ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു. വരുന്ന ജനുവരിയിൽ ഒരു മറുപടി നൽകാമെന്നൊക്കെ പറഞ്ഞു. അതൊരു വൻ ചതിയായിരുന്നു എന്ന് തന്നെയാണ് ജനങ്ങൾ ഇവിടെ പറയുന്നത്. 2 ഇഷ്യൂ കൂടി അവർ ഓപ്പൺ ചെയ്തു. ഞങ്ങൾ അറിഞ്ഞാൽ ഇവരുടെ NCD ജനങ്ങൾ വാങ്ങിക്കില്ല. അതിനുള്ള തന്ത്രമായിരുന്നു ഇത്. മുത്തൂറ്റ് തട്ടിപ്പാണ് നടത്തുന്നതെന്നും മുത്തൂറ്റിന് പകരം മറ്റു കമ്പനികളിലാണ് ഇവർ നിക്ഷേപം നടത്തുന്നത്. ആ കമ്പനി പൊട്ടിയാൽ ആരാണ് ഉത്തരവാദി എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. നിക്ഷേപകർ ചോദിക്കുന്നത് ഞങ്ങളാണോ ഇതിന് കുറ്റക്കാർ എന്നും നിക്ഷേപകർ ചെയർമാൻ ജോർജ് ജേക്കബിനോട് ചോദിച്ചിരുന്നു. എന്നാൽ ഇതിനൊന്നും തന്നെ പ്രതികരണം ഉണ്ടായില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊല്ലം അഞ്ചലിലും ഒരു മുത്തൂറ്റ് ഫിനാൻസിന്റെ സ്ഥാപനം ഉദ്ഘാടന ദിവസം തന്നെ പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്തെത്തിയത്. ഇവരുടെ പണം ഇവർ മുത്തൂറ്റിൽ നിക്ഷേപിക്കുകയും തുടർന്ന് മുത്തൂറ്റ് മറ്റൊരു കമ്പനിയിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ആ കമ്പനി പൊട്ടിപ്പൊളിഞ്ഞതോടെ ജനങ്ങളുടെ പണം പോലും നഷ്ടമായിരിക്കുന്നു. ഇത് വൻ ചതി തന്നെയാണ് മുത്തൂറ്റ് ജനങ്ങളോട് കാണിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് ജനങ്ങൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.